ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ 3 kg അളവിലുള്ള ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ റെഡ് വെൽവെറ്റ് 3 kgയുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതെങ്ങനെയാണ്, അപ്പോൾ ഞാനിതിൽ ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഈ ഒരു LDF വിജയിച്ചതിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. 3 kg വെയിറ്റ് വരുന്ന നീളത്തിലുള്ളൊരു കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 ലെയർ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 3 മോൾഡിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 1/2 kgയുടെ മോൾഡിലും ഒരു 1.5 kgയുടെ മോൾഡിലും ഒരു 1 kgയുടെ മോൾഡിലുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 മോൾഡിലാണ് ഞാനൊരു കേക്ക് 3 kgയുടെ ബാറ്റർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് 3 മോൾഡിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഇത് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വരച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് വരാൻ വേണ്ടിയിട്ടാണ്, അരിവാൾ ചുറ്റിക വരാൻ വേണ്ടിയിട്ടാണ് ഇത് വരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് വരച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫോണ്ടൻറ്റിലും ചെയ്യാം, പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഞാൻ നോമ്പിന് സാധാരണ കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തതാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നോമ്പിന് എന്നെ കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കേക്ക് ഓർഡേഴ്സ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ വീഡിയോസ് ഇല്ലേ എന്നൊക്കെ. കേക്കിന് വെയിറ്റ് ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കത്രിക വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരിവാൾ ചുറ്റികയും നക്ഷത്രമൊക്കെ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 കേക്കും 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുള്ള ഹൈറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ 3 kg ബാറ്റർ 3 മോഡലായിട്ടല്ലേ ചെയ്തത്. അപ്പോൾ എല്ലാം 2 ലെയറാക്കി എടുക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഏതെങ്കിലും കേക്കിൽ കുറച്ച് എക്സ്ട്രാ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അത് കേക്ക് ക്രംസിനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് മേലെ വിതറാനുള്ള ക്രംസിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു ലെയർ എടുത്തിട്ട് കേക്ക് ക്രംസിന് എടുക്കുന്നത്. പിന്നെ നമ്മളിത് ലെവലാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് പാർട്ടൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കേക്ക് ക്രംസിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കേക്ക് ക്രംസ് ഇതിന് വേണ്ടി വരും. മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനും സൈഡ് പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കേക്ക് ഞാനൊന്ന് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടയായിട്ട് നിൽക്കും. നമ്മൾ ചൂടാക്കാതെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഉണ്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കേക്ക് ബേസിങ് കറക്റ്റായിട്ട് കേക്ക് ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ടൗണിലേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റിയൊരു സാഹചര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള ചെറിയ 2 ബേസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പ്ലാസ്റ്ററൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്കെല്ലാം 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ മാച്ച് ആവുന്നത് ആ രീതിയിലൊന്നിത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് പറയണില്ല, നമുക്കിപ്പോൾ ഓൾറെഡി അറിയാമല്ലോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് 3.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ അതിലേക്ക് എടുത്തത്. 3.25 അല്ലെങ്കിൽ ഒരു 4 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുക്കാം. 4 കപ്പൊക്കെ എടുത്താൽ ചിലപ്പോൾ കൂടിപ്പോവും. പിന്നെ 3.25 കപ്പ് തന്നെ മതിയാവും. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കൊന്ന് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കേക്ക് ക്രംസിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. അതിന് ശേഷം നമുക്കിത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി. പിന്നെ മുകൾ ഭാഗമൊന്നും അത്ര പെർഫെക്ഷൻ വരണമെന്നില്ല. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കേക്ക് ക്രംസ് വരാനുള്ളതുകൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് പോർഷനിലൊക്കെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിവിടെ അങ്ങാടിയിലേക്കുള്ള സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് ബേസ് സെൻറ്ററിൽ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ദൂരേക്ക് കൊണ്ടുപോകാനുള്ളതൊന്നുമല്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ കേക്ക് ബേസ് ഇങ്ങനെ ചെയ്തെടുത്താലും മതി അടുത്തുള്ള പ്ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് മാത്രം. സെൻറ്റർ പോർഷന് ഇങ്ങനെ ഇതാവാതെ നന്നായിട്ട് തന്നെ അത് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലെവലാക്കി എടുത്ത ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ അരിവാൾ ചുറ്റിക നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് കേക്ക് ക്രംസ് വെക്കുന്നത്.
അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഇതാക്കിയതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. പാലൻ നൈഫോ അല്ലെങ്കിൽ സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പേപ്പറിൽ വരച്ച് വെച്ചിട്ടുള്ള അത് വെല്ലെ വെച്ച് കൊടുക്കുക. നല്ല അമർത്തി വെച്ച് കൊടുക്കരുത്, വെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് മുകളിലായിട്ട് സ്റ്റാറും വെച്ച് കൊടുക്കുക. നമ്മൾ അത് നല്ല അമർത്തിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമ്മുടെ കേക്ക് ക്രംസ് ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു റെഡ് വെൽവെറ്റ് രീതിയിൽ അത് നമുക്ക് അതിലൂടെ ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ, കേക്ക് കാണാൻ. അപ്പോൾ ഇതുപോലെ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് പോർഷനിലൊക്കെ ഇതുപോലെ ഈ ഒരു കേക്ക് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വൈറ്റ് കളറിലേറെ ഭംഗി ഒന്നുകൂടെ റെഡ് കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൈഡിലൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെയ്തിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു അരിവാൾ അതിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് മെല്ലെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ കേക്ക് ക്രംസൊക്കെ ആ ഒരു വൈറ്റ് പോർഷനിലേക്ക് വരും. ഇപ്പോൾ തന്നെ എൻ്റെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മെല്ലെ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ആ സ്റ്റാറിൻ്റെ അവിടെയൊക്കെ അങ്ങനെ ആയതൊക്കെ ഞാനൊന്ന് ലെവലാക്കിയിട്ട് കറക്റ്റ് സ്റ്റാറാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലും ഈ ഒരു വൈറ്റ് പോർഷനിലൊക്കെ അതുപോലെ ആയിട്ടുണ്ട്. വെട്ടം തന്നെ അത് ആ കേക്ക് ക്രംസ് ആ വൈറ്റിലേക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരുമൊന്നുമില്ല. അത് മുകളിൽ ഫോണ്ടൻറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് അത് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അത് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷനിലും നമുക്ക് കേക്ക് ക്രംസ് ഒക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് ആ ഒരു റെഡ് കളറിലൊന്ന് കവർ ചെയ്തെടുക്കാം. എന്തായാലും LDFൻ്റെ കേക്കാണ്, അപ്പോൾ ഫുള്ളായിട്ട് റെഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് അത് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.